ടു ദ മോഫൻ ഗ്രൂപ്പ് അന്നുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ്, സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഡയമണ്ട് കട്ട് എന്നാണ് അതിൻ്റെ പേര്. അത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഗോതമ്പ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം, മൈദ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഞാൻ ഗോതമ്പിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഡയമണ്ട് കട്ടിന് ആവശ്യമായ സാധനങ്ങൾ: 1 കിലോ ഗോതമ്പാവ്. ഞാൻ ആശീർവാദിൻ്റെ പാക്കറ്റായിട്ട് എടുത്ത്, ഏത് ഗോതമ്പാവാണെങ്കിലും നിങ്ങൾ എടുത്തോളൂ. പിന്നെ 4 മുട്ട, പിന്നെ ആ കാണിച്ച കപ്പിൽ 4 കപ്പ് പാല്. നമ്മളൊരു പാത്രത്തിലേക്ക് ഗോതമ്പാവ് എല്ലാം കൊട്ടി. ഞാൻ ഇപ്പോൾ 1 കിലോൻ്റെ കണക്കാട്ടോ പറഞ്ഞത്. 1 കിലോ ഗോതമ്പാവാണ് എടുത്തത്. അപ്പോൾ അതിനുള്ള മുട്ട ബീറ്റ് ചെയ്ത്, ഗോതമ്പാവ് ആദ്യം ഇതാക്കിയതിന് ശേഷം ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ആ 4 മുട്ട അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കേട്ടോ. ഇത് മധുരത്തിലും ഉണ്ടാക്കാം, എരിവിലും ഉണ്ടാക്കാം. കുറേശ്ശെ പാലൊക്കെ ഒഴിച്ചൊഴിച്ച് നമ്മൾ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. പാല് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ ഹെൽത്തി ആയിരിക്കുമല്ലോ. മാക്സിമം പാൽ തന്നെ എടുക്കാൻ നോക്കുക. പാലൊഴിച്ചിട്ട് തന്നെ ഒഴിച്ചെടുക്കുക. ചപ്പാത്തി പരുവത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കുക. കുറേശ്ശെ പാലൊഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ കുഴയ്ക്കാനായിട്ട് യൂസ് ചെയ്യണം. സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ആവുന്ന വരെ നല്ലപോലെ ഒഴിച്ചെടുക്കും. പഞ്ചസാര പാനി കാച്ചിയിട്ടും ഇത് എടുക്കും. ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം 2 രീതിയിൽ ഉണ്ടാക്കും. ഒന്ന് എരിവുള്ള പോലെയും മധുരമുള്ള പോലെ. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ. നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിതിപ്പോൾ 1 കിലോൻ്റെ കാണിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ കുട്ടികൾക്ക് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പൊടി എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഈ ക്വാണ്ടിറ്റി എല്ലാം അതിനനുസരിച്ചിട്ട് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പാലും മുട്ടയൊക്കെ എല്ലാം ഹെൽത്തി അല്ലേ. ഗോതമ്പാവ് മൈദയെക്കാട്ടിലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത് ഗോതമ്പാവ് തന്നെയാണ്. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുവിധം. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ സമയത്ത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾ കൈകൾ നോക്കണ്ട. ഞങ്ങൾ അവിടുത്തെ ആൻറ്റി ആട്ടോ പറഞ്ഞു തന്ന റെസിപ്പി. ഞങ്ങൾ 4 പേര് കൂടെ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കുകയായിരുന്നു അവർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട 2ഉം 3ഉം പേര് ഇതെടുത്ത് കുഴക്കണ്ട. ഞാനടക്കമുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് ഓരോന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുഴച്ച് സോഫ്റ്റായി കണ്ടല്ലോ. അതെടുത്തിട്ട് ഇനി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തുക. എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കണം കേട്ടോ. നമ്മൾ പരത്തി കഴിയുമ്പോഴുള്ള കനം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലത് കരിഞ്ഞു പോവും. ഫ്രൈ ചെയ്യുമ്പോൾ ചിലത് ശരിയല്ല. അപ്പം ഒരേ കനത്തിൽ പരത്താൻ ശ്രദ്ധിക്കും. നല്ലപോലെ പൊടിയിട്ടിട്ട് പരത്തുക. ഇതേപോലെ ഓരോ ഉരുളകളും പരത്തിയെടുക്കണം. ആൻറ്റി നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ സൈഡ് എല്ലാ ഭാഗവും ഒരേപോലെ കനം വരുന്ന പോലെ പരത്തിയെടുക്കുക. അങ്ങനെ ഓരോ ചപ്പാത്തിയും നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയെടുക്കേണ്ടതാണ് ഓരോ ഉരുളകളും. അതിനുശേഷം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുക്കണം.
നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ മൂടിയില്ല ഡപ്പട മൂടി ബോക്സിൻ്റെ അതിൽ ചെയ്തെടുക്കുക ഷേപ്പ് കിട്ടാനായിട്ട്. അത് കണ്ടോ, കട്ട് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ ഓരോന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിലിപ്പോൾ എരിവൊന്നും ആഡ് ചെയ്തിട്ടില്ല, പാല്, മുട്ട, ഗോതമ്പാവ്, ഉപ്പ് മാത്രം. ഇനി ഇതിൽ എരിവ് ആഡ് ചെയ്തിട്ടും ചെയ്യാം, നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിലും ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതും ഇതിൽ കാണിച്ചിട്ടുണ്ട്, എരിവിൻ്റെ മാത്രം കാണിച്ചിട്ടുണ്ട്. മധുരം നമുക്കിവിടെ ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാരണം അത് ചെയ്തില്ല. സ്പീഡിൽ ചെയ്യുക. ആ കത്തി കണ്ടോ, ഈ കത്തി ഈസിയാണോ കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ കത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചത് കണ്ടല്ലോ. ഇനി നമുക്ക് ചീനച്ചട്ടിയിലെ എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. പക്ഷേ എണ്ണ കുടിക്കണില്ല കേട്ടോ, നമ്മൾ എണ്ണ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ എരിവിൻ്റെ ഇതിൽ ശരിക്കും കുഴയ്ക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് ചെയ്യേണ്ടതാണ്. മുളക് പൊടിയും കൂടെ അതിൽ ആഡ് ചെയ്യാം. ഞങ്ങൾ കുഴച്ച് കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത്, ശരി എരിവിൻ്റെയും കൂടെ കുറച്ച് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ കുറച്ച് മാവ് മാറ്റി വെച്ചിരുന്നു. ആ മാവിൽ വീണ്ടും എടുത്തിട്ട് കുഴച്ച് ഉണ്ടാക്കുക. അതും ഇതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചതിൽ കുറച്ച് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എരിവിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കുറച്ച് പോർഷൻ മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ മുളക് പൊടി ഇട്ട് ചെയ്യുന്നത് ഒന്നും കൂടെ നല്ലത്. അതും ഇതേപോലെ തന്നെ കുഴച്ചെടുക്കുക. സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തും മുളക് പൊടി ആവുന്ന പോലെ. നമ്മൾ ഓൾറെഡി കുഴച്ചതിൽ ഈ പൊടി ഇടുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് മൊത്തത്തിൽ ആവാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും ബെറ്റർ നമ്മൾ കുഴയ്ക്കുന്നതിന് മുന്നേ അതുപോലെ ചെയ്തു തരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു. ആൻറ്റിയൊക്കെ പറഞ്ഞു തന്ന രീതിയിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അതും നല്ല രീതിയിൽ കുഴച്ചെടുക്കുക, എല്ലാ ഭാഗത്തും ആവുന്ന പോലെ. എന്നിട്ട് അതും എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഡയമണ്ട് പീസസ് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ആദ്യം ഇട്ടത് തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല. ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വേണം, ഒരു സൈഡ് ചെയ്ത് ആയതിന് ശേഷം വേണം തിരിച്ചും മറിച്ചിടാം. കുറച്ച് നേരം ആയിക്കഴിയുമ്പോൾ അത് സെറ്റാവും. കളർ ചേഞ്ച് ആവും. എന്നിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. നമുക്ക് തന്നെ മനസ്സിലാവും. ഒരു തരം ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ എടുക്കാം. ഹൈപ്പ് അടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഈ കുക്കിംഗ് വീഡിയോ ഇടുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസിലൂടെ അറിയിക്കുക. ഞാനത് തിരുത്തി അടുത്ത വീഡിയോയ്ക്ക് അത് ശരിയാക്കുന്നതാണ്. ഇതാ കണ്ടോ, കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കോരിയെടുക്കണം. അങ്ങനെ എല്ലാം നമ്മളതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റേണ്ടതാണ്. അധികം എണ്ണ കുടിക്കില്ല, പാലും മുട്ടയൊക്കെ ആഡ് ചെയ്ത് തരണം. കുട്ടികൾക്കാണെങ്കിൽ അത് ഹെൽത്തി ആണല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രഞ്ചി ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഓരോന്നും എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് ഇട്ടു.
അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് കട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കും. കഴിച്ചു നോക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഉണ്ടോ, പൊടിഞ്ഞ് വരുന്നുണ്ട്. ശരിക്കും ചിപ്സൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതായിട്ടിരിക്കും. നല്ല ടേസ്റ്റി ആട്ടോ. ഇത് മധുരത്തിലും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.